ഹലോ, ഞാൻ നിങ്ങളെ സ്വന്തം മലബാറി വ്ളോഗർ. അപ്പോൾ ദാ ഇന്ന് കുറച്ച് പുഴമീൻ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. ഇന്ന് 2 ചെമ്പല്ലിയും ഒരു വാലാത്തനും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ടും കൂടി മീൻ പിടിക്കാൻ പോയാൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്കൊരു കറിക്കുള്ള വകയൊക്കെ കിട്ടാറുണ്ടേ. അങ്ങനെ ഇന്ന് 2 ചെമ്പല്ലിയും ഒരു വാലാത്തനും കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു തലക്കറി വെക്കാന്നേ. അപ്പോൾ രാവിലെ തന്നെ ഏട്ടനോട് പറഞ്ഞു അതൊന്ന് നന്നാക്കി തരാൻ. ഏട്ടൻ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കഴിയും. ഞാനാണെങ്കിൽ കൈക്ക് വെട്ടും കുത്തും ഒക്കെ കൊള്ളാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നേരെ ഉണ്ടെങ്കിൽ രാവിലെ ഏട്ടൻ തന്നെ നന്നാക്കി തന്നിട്ടേ പോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ അമ്മിത്തറേൻ്റെ മുകളിൽ അവിടെ പാത്രം കഴുകുന്നൊരു തറ ഉണ്ട് കേട്ടോ മുറ്റത്ത്. അവിടെ വെച്ചിട്ടാണ് മീനൊക്കെ ക്ലീൻ ചെയ്യാറുള്ളത് കേട്ടോ. പാറുമോള് തൊട്ടടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞിക്കാല് കാണുന്നില്ലേ സൈഡിൽ, പാറുമോൾ അമ്മീൻ്റെ മുകളിൽ കയറിയിരിക്കുക കേട്ടോ. അങ്ങനെ തലയൊക്കെ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ മീൻകറിയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. മീനിൻ്റെ കഷ്ണങ്ങളല്ല, തലക്കറിയാണേ. കുറച്ച് ഉലുവ ഉണ്ട്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുണ്ട്, വെളിച്ചെണ്ണ, 2 കഷ്ണം ചെറിയ ഇഞ്ചി, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വെച്ചിട്ടുണ്ട്, വാളംപുളിയാണ് കേട്ടോ. ഒരു കുഞ്ഞ് സവാള ഉണ്ട്, കുറച്ച് കറിവേപ്പില, 5-6 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളകും ഒരു തക്കാളി എടുത്ത് വെച്ചേ. അങ്ങനെ പുളിയൊക്കെ നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് വെച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം തല കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. പുളി വെള്ളത്തിൽ ബാക്കി തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ചു, സവാള അരിഞ്ഞു വെച്ചു, ബാക്കി ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ചതച്ചും വെച്ചേ. അങ്ങനെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം അടുപ്പത്തേക്ക് കലം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി ചൂടായി വന്നതിൻ്റെ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 3-4 നുള്ള് ഉലുവ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചതിട്ട് മൂപ്പിച്ചെടുത്തു. അങ്ങനെ മൂത്ത് വന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കൂട്ടിലേക്ക് സവാള ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വീണ്ടും വഴറ്റിയെടുക്കുക കേട്ടോ. തക്കാളി ഒന്ന് വെന്തുടഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ തക്കാളി ഒന്ന് ഉടച്ചെടുത്തത്. തലക്കറി എന്ന് പറയുമ്പം വല്ലാണ്ട് അങ്ങോട്ട് വെള്ളം കൂടാനും പറ്റൂല, എന്നാൽ ഒരുപാട് അങ്ങോട്ട് കട്ടി കൂടാനും പറ്റൂല കേട്ടോ. അപ്പോൾ തക്കാളി വഴന്ന് വന്നതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച മസാലപ്പൊടികൾ മുഴുവൻ അതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുകയാണേ. മസാലേൻ്റെ ആ പച്ചമണം പോകുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുത്തതിൻ്റെ ശേഷം പുളിവെള്ളത്തിലിട്ട് വെച്ച തല കറിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പുളിവെള്ളവും തലൻ്റെ കഷ്ണങ്ങളും കൂടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണേ. വഴറ്റി വെച്ച മസാലക്കൂട്ടിലേക്ക് നമ്മളെ പുളിവെള്ളവും തലക്കഷ്ണവും കൂടി നന്നായിട്ട് അങ്ങോട്ട് അതിലേക്ക് ചേരണം കേട്ടോ. അത് ചേർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മൂടി വെക്കുക കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം കറി നന്നായിട്ട് തിളച്ച് കുറുകി വരാൻ തുടങ്ങുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. അങ്ങനെ എന്തെങ്കിലും എരിവോ പുളിയോ പോരായി ഉണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ കറി കുറുകി പാകമായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലുള്ള എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു കളറായിട്ടുണ്ട്. നല്ലൊരു മുളക് കറിയാണ് കേട്ടോ. തല പൂളയിലേക്കോ ചോറിലേക്കോ ചപ്പാത്തിയിലേക്കോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അത് അത്യാവശ്യത്തിന് നല്ലൊരു കട്ടിയുണ്ട്, നല്ല കട്ടിയുണ്ട്, എന്നാൽ ഒരുപാട് വെള്ളവുമല്ല കട്ടി കൂടുതലുമല്ല. അങ്ങനെ ഒരു കുറുകി വന്നൊരു തലക്കറി എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. സൂപ്പർ, നല്ല മൺകലത്തിലൊക്കെ വെച്ച കറിയാണ്, നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഞങ്ങളെ മലബാർ സ്റ്റൈലിൽ മീൻ തല കറി വെക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവരും ഒരു ദിവസം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനൊരു മലബാറി എന്ന നമ്മുടെ ഈ കുഞ്ഞു ചാനലിലെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും കമൻ്റായിട്ട് ഒരു സ്മൈലിയെങ്കിലും തരാനും മറക്കല്ലേ. നിങ്ങളെ സപ്പോർട്ടാണ് കേട്ടോ എനിക്ക് മുന്നോട്ട് പോകാനുള്ള എല്ലാ പ്രചോദനം തരുന്നേ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിലെ വിശേഷങ്ങൾ ഇനിയും ഒരുപാട് പങ്കുവയ്ക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. പോയിട്ട് പിന്നെ വരാം കേട്ടോ.